ഹായ് ഓൾ ഡാലിയ കളക്ഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മളിന്നും ക്ലിയറൻസ് സെയിലിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന ഇതാണ്. നല്ല ഭംഗിയായിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽ, സെമി മൊഡാലാണ് ഫാബ്രിക് വരുന്നത്. ഒരു റെഡിഷ് മെറൂൺ ആണ് കളർ ഷെയ്ഡ് വരുന്നത്. യോക്കിലേക്ക് ഇതുപോലെ ചെറിയൊരു പാച്ച് ആണ് കൊടുക്കുന്നത്. നല്ല ഭംഗിയുള്ള അജ്രക് പ്രിന്റും ആ ഒരു പ്രിന്റിന്റെ ഒരു കോമ്പിനേഷൻ, കളർ കോമ്പിനേഷൻ വരുന്നുണ്ട്. ഒരു ലൈറ്റ്, ഒരു ഗോൾഡൻ യെല്ലോ, ഒരു ബ്ലൂ കളർ എല്ലാം കൂടെ വന്നിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്ന ഒരു പാച്ചാണ് കേട്ടോ. നല്ല രസമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയാലോ, സെമി മോഡലാകുമ്പോൾ നമുക്ക് റഫ് വാഷ് ഒക്കെ ചെയ്ത് വാഷ് ചെയ്ത് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന, ഡെയിലി വെയർ ആയിട്ടൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലും കൂടിയാണ്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഷോൾ വരുന്നതാണ് കേട്ടോ. ഷോളിലേക്കും ആ ഒരു സെയിം പ്രിന്റുകൾ തന്നെ കൊടുക്കും. നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഷോളാണ്. ചെറിയൊരു ഒരു ബോർഡർ ഒക്കെ വരുന്നുണ്ട്. ദാമനിലേക്ക് ഇതുപോലെ കുറച്ചുകൂടെ തിക്കായിട്ട് വർക്ക് പ്രിന്റുകൾ പോകുന്നുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ ടാസൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ് ബോട്ടവും വരുന്നത്. ബോട്ടത്തിന്റെ ഇതുണ്ട്. ബോട്ടത്തിൽ നമുക്ക് ആ ഒരു എൻഡിലേക്കും ചെറിയൊരു ബോർഡർ ഇതുപോലെ തന്നെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നിങ്ങൾക്ക് ഓഫർ വീഡിയോ അറിയാം. നിങ്ങൾ പ്രൈസ് ഞാൻ എല്ലാത്തിൻ്റെയും പറഞ്ഞു പോകുന്നില്ല. പ്രൈസ്, ഒറിജിനൽ പ്രൈസും ഓഫർ പ്രൈസും വീഡിയോയിൽ തന്നെ ഉണ്ടാവും. സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടതെല്ലാം പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക. ആദ്യം പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം ചെയ്യുന്നവർക്കാർക്കും ആയിരിക്കും ഇത് അയക്കുന്നത് കേട്ടോ. പിന്നെ സ്റ്റിച്ചിങ് ആർക്കെല്ലാം ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഓഫർ ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ട് തന്നെ റിട്ടേൺ എക്സ്ചേഞ്ചോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്ന നല്ലൊരു വിജിത്ര സിൽക്കിന്റെ മെറ്റീരിയലാണ്. നല്ലൊരു ഗ്രീൻ, ഒരു പേസ്റ്റൽ ഗ്രീൻ ടോണിലേക്ക് മെഹന്തി ഗ്രീൻ ആ ഒരു കളർ ഷീറ്റിലേക്കാണ് കേട്ടോ വരുന്നത്. യോക്കിലേക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ളൊരു പിങ്കിന്റെ ബീച്ചിന്റെ കളർ കോമ്പിനേഷനിൽ നല്ല ഭംഗിയായിട്ട്, കൂടുതലും നെക്ക് പോർഷനിലേക്കാണ് അത് വരുന്നത്. നല്ല രസമായിട്ട് ചെയ്തിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. സെയിം മെറ്റീരിയലും തന്നെ, സെയിം കളറിലും തന്നെയാണ് ബോട്ടം വരുന്നത്. ഷോളിലേക്കും ആ ഒരു സെയിം വർക്കിന്റെ ഒരു ബോർഡറും കൂടെ വരുന്നുണ്ട്. അടുത്ത നോക്കാം. നെക്സ്റ്റ് സെറ്റ് വരുന്ന നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ്. മെറ്റീരിയൽ വരുന്നത് ഓർഗൻസയാണ്. അതിലേക്ക് ഇതുപോലെ പ്രിന്റുകളും അതുപോലെ തന്നെ ഒറിജിനൽ മിറേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള വർക്കുമാണ് വരുന്നത്. യോക്കിലേക്ക് ഇതാ ഇങ്ങനെ വരുന്നു. സ്കാറ്റേഡ് ആയിട്ട് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ഇതുപോലെ വരുന്നുണ്ട്. ദാമനിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ട് തന്നെ ആ ഒരു പ്രിന്റുകളും അതുപോലെ തന്നെ ആ ഒരു മിററിന്റെ വർക്കും കൂടെ പോയിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് മിറേഴ്സ് ആഡ് ചെയ്തിട്ടില്ല. ആ ഒരു പ്രിന്റുകൾ അങ്ങനെ തന്നെ വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ്. ബോട്ടം വരുന്നത് സെയിം തന്നെയാണ്. സാൻഡൂൺ ഫാബ്രിക്കിലേക്കാണ് ബോട്ടം വരുന്നത്. ഷോള് കണ്ടോ, നല്ല ഹെവി ആയിട്ട് തന്നെ ഷോള് വരുന്നു. നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഷോളിന്റെ ആ ഒരു എൻഡിലേക്ക് ഇതുപോലെ ഒരു ലേസിന്റെ ഒരു ഫിനിഷിംഗ് കൂടെ വരുന്നുണ്ട്. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു സെമി സിൽക്ക് ഫാബ്രിക്, ഒരു പേസ്റ്റൽ ഗ്രീൻ കളറിലേക്കാണ് വരുന്നത്. അതിൽ തന്നെ ബോട്ടിൽ ഗ്രീൻ കളറിലേക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് അതിന്റെ യോക്കിലെ എംബ്രോയിഡറി വർക്ക് വരുന്നത്. മെറ്റീരിയൽ ഇതുപോലെ ഒരു സ്ട്രൈപ്സ് പാറ്റേൺ സെൽഫായിട്ട് അതിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബോട്ടം വരുന്നത് ആ ഒരു പേസ്റ്റൽ ഗ്രീൻ കളറിലേക്ക് തന്നെ. ഷോള് വരുന്നത് ഗഡ്വാൾ ഷോളാണ്. ഇങ്ങനെ അടുത്ത നോക്കാം. സോറി, അതിന്റെ ഒരു സെയിം പാറ്റേൺ ഈ ഒരു യോക്കിൽ വരുന്ന ആ ഒരു വർക്കിന്റെ പാറ്റേൺ മാത്രം ഡിഫറെന്റ് ആയിട്ട് വരുന്നുണ്ട്. അത് വേറെ സെയിം കളർ, സെയിം മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ്. ഈ ഒരു പാറ്റേൺ മാത്രമാണ് ഡിഫറെന്റ് ആയിട്ട് വരുന്നുള്ളൂ. ഇതാണ് അതിന്റെ ക്ലോസ് റിവ്യൂ വരുന്നത്. ഇങ്ങനെയാണ്. ഇങ്ങനെ രണ്ടെണ്ണം നമുക്ക് അവൈലബിൾ ആണ്. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ലൊരു ഗ്രീൻ കളറിലേക്ക് വരുന്നതിലേക്ക് ഒരു ഇതുപോലെ ഒലിവ് ഗ്രീന്റെയും വൈറ്റിന്റെയും ഒക്കെ കോമ്പിനേഷനിൽ ഇതുപോലെ പ്രിന്റുകളാണ് പോകുന്നത്. രണ്ട് സൈഡിലേക്കും കൺട്രാസ്റ്റ് ചെയ്തേക്കുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ. രണ്ട് സൈഡ് സെയിം തന്നെയാണ്, വ്യത്യാസമില്ല. ഷോൾ വരുന്നത് പ്രിന്റഡ് ഷോള് കോട്ടണിൽ തന്നെ വരുന്നു. ഇങ്ങനെ ബോട്ടം വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടാണ്. ഇതിലെ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ബോട്ടം വരുന്നത്. എല്ലാം നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ്. ഒരു പേസ്റ്റൽ ഗ്രീൻ അല്ലെങ്കിൽ പേസ്റ്റൽ ബ്ലൂ എന്നൊക്കെ പറയാവുന്ന ഒരു കളർ ഷെയ്ഡ്. നല്ല ഭംഗിയുള്ള സെമി സിൽക്ക് ഫാബ്രിക്കിലേക്ക് യോക്കിലേക്ക് ഇതുപോലെ പിങ്കും പീച്ചും കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല രസമായിട്ട് ചെയ്തേക്കുന്ന ഒരു റെഡ് എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം ദാ ഇങ്ങനെ വരുന്നു. പെയർ ചെയ്തേക്കുന്ന ഷോൾ ഇതുപോലെ നെറ്റാണ് ഫാബ്രിക് വരുന്നത്. ഇതുണ്ടോ, എങ്ങനെയാണ് വരുന്നത്. നെറ്റിലേക്ക് സെൽഫ് ആയിട്ടുള്ള ഡിസൈനും കൂടെ പോകുന്നുണ്ട്. ആ ഒരു സെയിം കളറിൽ തന്നെ, സെയിം ജസ്റ്റ് യോക്കിൽ മാത്രം ഡിഫറെന്റ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ഇത്. നെറ്റ് തന്നെയാണ് ഇതിലും ഷോള് വരുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ നല്ലൊരു നെറ്റ് കോട്ട ഫാബ്രിക് ആണ് വരുന്നത് കേട്ടോ. ഇതിന്റെ ഈ ടോപ്പിന്റെ ദാമൻ പോർഷനിലേക്കാണ് അത് ഹെവി ആയിട്ടുള്ള ആ ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. ഇതുപോലെ ഒരു മൾട്ടി കളർ ത്രെഡ് വെച്ചിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള എംബ്രോയിഡറി വർക്ക്. നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇത് സ്കാലപ്പോട് കൂടിയിട്ടാണ് അത് ഫിനിഷ് ചെയ്യുന്നത്. നല്ല സ്വീക്കൻസിന്റെ വർക്കും എല്ലാം അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഹെവി ആയിട്ട് വരുന്ന വർക്ക് തന്നെയാണ്. ആ ഒരു സെയിം വർക്ക് തന്നെയാണ് ഷോളിലേക്കും ആഡ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഇതുണ്ടോ, എന്ത് ഭംഗിയാണ് കണ്ടോ. നല്ല രസമായിട്ട് വരുന്നത്. ഷോള് കോട്ട തന്നെയാണ് ഫാബ്രിക് വരുന്നത്. ഷോളിന്റെ ബോട്ടം സാൻറ്റൂൺ ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് സെമി ടെസർ ഫാബ്രിക് ആണ് കേട്ടോ. നല്ലൊരു ലൈറ്റ് പീച്ച് കളറിലേക്കാണ് ടോപ്പ് വരുന്നത്. അതിലേക്ക് ഇതുപോലെ ബാന്തിനി പ്രിന്റുകളാണ് പോകുന്നത്. വൈറ്റ് കളറാണ് കോമ്പിനേഷൻ അതിലത്തെ കൊടുത്തേക്കുന്നത്. രണ്ട് സൈഡും സെയിം തന്നെയാണ് കേട്ടോ. നല്ല സെമി ടെസർ ഫാബ്രിക് ആണ്. അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് നല്ലൊരു പേസ്റ്റിൽ അല്ലെങ്കിൽ ഓണിയൻ പിങ്ക് കളറാണ്. അതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഷോൾ വരുന്നത്. ഷോളിന്റെ എൻഡിലേക്ക് ഇതുപോലെ ഒരു പീച്ച് ആൻഡ് വൈറ്റ് കളർ വരുന്നുണ്ട്. അതിലേക്കും ആ ഒരു ബാന്തിനി പ്രിന്റുകൾ തന്നെയാണ് കേട്ടോ പോകുന്നത്. ബോട്ടം വരുന്നതും ആ ഒരു ഫാബ്രിക് സെയിം തന്നെയാണ്. ബോട്ടത്തിലേക്കും ആ രണ്ട് കളർ കോമ്പിനേഷനും വരുന്നുണ്ട്. ഇതുപോലെയാണ് ബോട്ടം വരുന്നത്. അടുത്ത നോക്കാം.
നെക്സ്റ്റ് വരുന്ന ഒരു ക്രഷ്ഡ് സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതിന്റെ കളർ ഷെയ്ഡ് പറയുവാണെങ്കിൽ ഒരു 2 ടോൺ ഫാബ്രിക് ആണ് വരുന്നത്. ഒരു കോഫി ബ്രൗണും ഒരു ഗോൾഡൻ കളറും കൂടെ കൂടിയിട്ട് വരുന്ന ഒരു നല്ല ഭംഗിയുള്ള ഷെയ്ഡ്. നല്ലൊരു പാർട്ടി വെയർ സെറ്റ് ആണ്. നല്ല രസമായിട്ട് ചെറിയ 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 കട്ട് ബീഡ്സും എല്ലാം വെച്ചിട്ട് ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ്. നെക്ക് ലൈൻ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം ഹെവി ആയിട്ട് നമുക്ക് ഒരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ് കേട്ടോ. നല്ല മെറ്റീരിയലും കൂടിയാണ്. അതുപോലെ തന്നെ നമുക്ക് സ്ലീവിലേക്ക് കൊടുക്കാനായിട്ട് ചെറിയൊരു വർക്ക് ചെയ്തിട്ടുള്ളത്. രണ്ട് സ്ലീവിലും കൊടുക്കാനുള്ളത് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഷോള് വരുന്നതാണ്. ഷോളിലേക്ക് ഇതുപോലെ രണ്ട് സൈഡ് നല്ല ഭംഗിയായിട്ട് തന്നെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് സ്വീക്കൻസസിന്റെ വർക്കും വരുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഷോള് വരുന്നത്. ബോട്ടം വരുന്നത് സാൻഡൂൺ ഫാബ്രിക്, ഹെവി സാൻഡൂൺ ആണ് ഫാബ്രിക് വരുന്നത്. അടുത്ത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നെറ്റ് കോട്ട ഫാബ്രിക് ആണ് വരുന്നത്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡ്. നല്ല രസമുള്ള ഒരു ഗ്രീൻ ആണ് കേട്ടോ. അത് യോക്കിലേക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഓണിയൻ പിങ്ക് കളർ ഷെയ്ഡ് ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് സെൽഫായിട്ടും വരുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം സെയിം ടോണിലേക്ക് തന്നെ വരുന്നു. ഷോള് വരുന്നത് പ്രിന്റഡ് ഷോളാണ്. നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ പ്രിന്റുകൾ അതിലേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ. താങ്ക്